എന്താ എല്ലാരും താടിക്ക് കൈ കൊടുത്തിരിക്കുന്നേ? ഇന്ന് രാവിലെ പന്തല് പണി തുടങ്ങാൻ പറഞ്ഞതാ. പക്ഷെ ഇപ്പൊ പറയുന്നു കല്യാണം നടക്കില്ല, പന്തല് വേണ്ടാന്ന്. ഇല്ല, കല്യാണം നടക്കും. നാളെ രാവിലെ തന്നെ പന്തല് പണി തുടങ്ങണം. അത് മേഡം പറയട്ടെ. ആ, മാഡം പറഞ്ഞോളൂ. വടമോനെ. മമ്മി, ഞാൻ റൂമിലുണ്ടാവും. ചോദിച്ചാ ദേഷ്യത്തിലാണെന്ന് പറഞ്ഞാ മതി. എന്താ ഹേമ ഇത്? എന്താ പ്രശ്നം? ശ്രേയ എന്തിനാ കല്യാണം വേണ്ടെന്ന് പറഞ്ഞത്? കേട്ടിട്ട് എന്റെ കയ്യും കാലും വിറച്ചുപോയി. ശ്രേയമോൾ എവിടെ രാജി? അവള് മുറിയിലുണ്ട്. ആകെ അപ്സെറ്റാ. എന്താ കാര്യം? എന്താ സംഭവിച്ചെന്ന് പറ. എനിക്ക് ശ്രേയമോളെ കാണണം. വാ ഹേമേ. മോളെ ശ്രേയ. മേഡം, ഒരു നിസ്സാര കാര്യത്തിന് എന്താ ദേഷ്യപ്പെട്ട് നിൽക്കുന്നേ? എന്താണ് അരവിന്ദ് നിസ്സാര കാര്യം? കല്യാണം കഴിഞ്ഞ് നമ്മൾ മാറി താമസിക്കണമെന്ന് പറയുന്നത് നിസ്സാര കാര്യമാണോ? മാഷത് പറഞ്ഞോട്ടെ, നിങ്ങളതിന് സമ്മതം മൂളിയത് എന്തിനാ? മോളെ, ഞാൻ പറഞ്ഞത് മുഴുവൻ കേൾക്കാതെയാ മോള് ഫോൺ കട്ട് ചെയ്തത്. അയാള് മാറി താമസിക്കണമെന്ന് പറഞ്ഞാ അത് അക്ഷരം പ്രതി അനുസരിക്കാൻ പോവാന്ന് വിചാരിച്ചോ? കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ എങ്ങും പോകുന്നില്ല. ആയിരപ്പറയിലേക്ക് തന്നെ വലതുകാലെടുത്ത് വെക്കുമെന്നാൽ ഞാൻ പറയാൻ വന്നത്. അപ്പോഴേക്കും മോള് ഫോൺ കട്ട് ചെയ്തു. ആന്റി പറഞ്ഞതെനിക്ക് മനസ്സിലായില്ല. നമ്മുടെ വാശിയും തീരുമാനമൊക്കെ എന്താ? ഇവന്റെ അച്ഛൻ ഈ കല്യാണത്തിന് മുന്നിലുണ്ടാവണം, അതല്ലേ? അയാള് പറഞ്ഞത് കല്യാണം കഴിഞ്ഞ് നിങ്ങൾ മറ്റൊരിടത്തേക്ക് മാറി താമസിച്ചാ കല്യാണം നടത്തി തരാന്നാ. ആദ്യം അയാള് കല്യാണം മുന്നിൽ നിന്ന് നടത്തട്ടെ. അത് കഴിഞ്ഞല്ലേ എവിടെ താമസിക്കണം എന്നൊക്കെ തീരുമാനിക്കുന്നേ. അയാൾക്കിഷ്ടമില്ലാത്ത കല്യാണം കഴിച്ചെന്ന് വെച്ച് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനൊന്നും പറ്റില്ല. നാട്ടുനടപ്പ് അവകാശങ്ങളും ഒക്കെ ഇല്ലേ? മനസ്സിലായി. ബാലമാഷെ പറ്റിക്കാനുള്ള തന്ത്രം അതല്ലേ? ആ, അതെ, അത് തന്നെ. മോളെ, അരവിന്ദന്റെ ഭാര്യയായി കഴിഞ്ഞ അയാൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോറി ആന്റി, എനിക്കതിന് താല്പര്യമില്ല. മോളെ, കിട്ടിയ അവസരം നമ്മൾ പാഴാക്കാൻ പാടില്ല. മോൾ ആഗ്രഹിച്ചതുപോലെ അയാള് കല്യാണത്തിന് മുന്നിലുണ്ടാവൂലേ? അയാള് കല്യാണത്തിന് മുന്നിൽ ഉണ്ടാവണം. പക്ഷേ അത് അദ്ദേഹത്തെ പറഞ്ഞു പറ്റിച്ചിട്ടാവരുത്. വരുത്തണം കല്യാണത്തിന്. അത് മറ്റൊരു നുണ പറഞ്ഞിട്ടാവരുത്. വരുത്തിക്കും ഞാൻ. അതാ എനിക്ക് വേണ്ടത്. ഇനി ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേട്ടോ രണ്ടുപേരും. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് മാറി താമസിക്കണമെന്നോ ഈ കല്യാണം കാരണം അവര് മാറി താമസിക്കണമെന്നുള്ള ഒരു സംസാരം ഉണ്ടാവരുത്. ഞാനവിടെ വരുമ്പോ എല്ലാവരും ഉണ്ടാവണം. അത് വീടായാലും ചിതയേരിയുന്ന ശവപ്പറമ്പായാലും. അതിന് സമ്മതമാണെങ്കിൽ കല്യാണക്കാര്യം തുടർന്നു ആലോചിക്കാം. ഇല്ലെങ്കിൽ എന്റെ പടിവാതില് തുറന്നു കിടക്കുക. ഇറങ്ങിപ്പോവാം രണ്ടുപേർക്കും. മോളെ, മോളിങ്ങനെയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ എന്ത് ചെയ്യും? നിങ്ങള് മാറി താമസിക്കണമെന്ന് വാശിയില്ല അയാള്. അല്ലെങ്കിൽ അവര് മറ്റൊരിടത്തേക്ക് പോവും. നമ്മള് പോവില്ല എന്ന് പറയാം, അതിനുള്ള അവകാശവും നമുക്കുണ്ട്. പക്ഷെ അവര് പോരുതെന്ന് നമ്മൾ എങ്ങനെ പറയും? ഞാൻ കല്യാണത്തിന് സമ്മതിക്കാൻ കാരണം എന്താണെന്ന് അറിയാലോ? അതോ മറന്നോ? മറന്നതുപോലെ അഭിനയിക്കുന്നതായിട്ടാ എനിക്ക് തോന്നുന്നത്. ആന്റി, അരവിന്ദനെ കല്യാണം കഴിച്ച് ഞാനവിടെ വരുന്നതേ എന്റെ ജീവിതവും എന്റെ സ്വപ്നങ്ങളും ഇല്ലാതാക്കിയ നിങ്ങളുടെ ഭർത്താവിനെയും എന്റെ പഴയ കാമുകനെയും ഇപ്പൊ അവന്റെ ഭാര്യയായിട്ട് ഞെളിഞ്ഞു നടക്കുന്ന ചാരുവിനെയും